അവൻ്റെ ചോദ്യം കേട്ടതും അവൾ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തൻ്റെ വാക്കുകൾ ആ ഒരു അർത്ഥത്തിൽ അവൻ വ്യാഖ്യാനിച്ചുവോ എന്ന ചിന്തയായിരുന്നു അപ്പോൾ അവളിൽ. ഹരിയേട്ടൻ ഒരിക്കലും എൻ്റെ സങ്കടത്തിന് കാരണക്കാരനല്ല. ഏട്ടൻ്റെ സ്നേഹത്തിന് ഞാൻ അർഹയല്ലല്ലോ എന്ന തോന്നലാണ് എനിക്ക്. ഒരുപക്ഷെ എനിക്ക് പകരം ഉണ്ണിമായായിരുന്നുവെങ്കിൽ എല്ലാവർക്കും അവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയുമായിരുന്നേനെ. ഇതിപ്പോൾ ഞാൻ മഹേശ്വരിയുടെ മകളാണ് എന്നത് ഒരു കരടായി എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പറഞ്ഞുകൊണ്ട് അവളൊന്ന് ദീർഘനിശ്വാസമെടുത്തപ്പോൾ അവൻ 2 കൈകൾ കൊണ്ട് അവളുടെ മുഖം കോരിയെടുത്തു. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിന്നോടിവിടെ ആർക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. അപർണ എല്ലാവരോടും അങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടുന്നതാണ്. അമ്മയ്ക്ക് നീയും അവളും ഒരുപോലെ തന്നെയാണ്. പിന്നെ കാർത്തു, അവൾ ചെറിയ കുട്ടിയല്ലേ. ഇത് ചിന്തിച്ചാണോ ഇത്രയും കരഞ്ഞു വിളിച്ചത്? അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ വാക്കുകൾ മനസ്സിനെ അത്രത്തോളം തണുപ്പിച്ചില്ല എങ്കിലും ഇനിയും താൻ കരഞ്ഞിരുന്നാൽ അത് അവനെയും വേദനിപ്പിക്കുമെന്ന് തോന്നിയതുകൊണ്ട് അവൾ സാധാരണ ഭാവം കൈവരിക്കാൻ ശ്രമിച്ചു. അതുമാത്രം ഒന്നുമല്ല. പറയുന്നതിനൊപ്പം അവൾ എഴുന്നേറ്റ് കിടക്ക വിരിച്ച് ശേഷം അതിലേക്ക് കയറി കിടക്കുകയും ചെയ്തു. പിന്നെ ചോദിച്ചുകൊണ്ട് അവനും അടുത്തേക്ക് കിടന്നപ്പോൾ അവൾ ചുണ്ടുകൊട്ടി. നന്ദു പറഞ്ഞതുപോലെ ഹരിയേട്ടൻ എന്നെ ശരിക്കും പരിഗണിക്കുന്നില്ല. അതിൻ്റെ ചെറിയൊരു സങ്കടമുണ്ട് എനിക്ക്. പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിറഞ്ഞ ആലോചനയാണ്. അങ്ങനെ തോന്നിയോ? എടോ, ശരിക്കും തന്നെ ഞാൻ ഒത്തിരി പരിഗണിക്കുന്നുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഉണ്ണിമായുമായുള്ള വിവാഹം ഉറപ്പിച്ച സമയത്ത് അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. തന്നോട് അത് ഞാൻ പറഞ്ഞതല്ലേ. അവളെയാണ് ഞാൻ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ എന്താ അവൾ പെട്ടിയും കിടക്കയും എടുത്ത് ഇപ്പോൾ വീട്ടിലിരുന്നേനെ. അവളുടെ വാക്കുകൾ കേട്ടതും അവനൊന്ന് കണ്ണുരുട്ടി. മനുഷ്യൻ ഇത്രയും ഗൗരവത്തിൽ പറയുമ്പോഴാണ് അവളുടെ ഒരു തമാശ എന്നൊരർത്ഥമുണ്ടായിരുന്നു ആ നോട്ടത്തിൽ. ഞാൻ കാര്യമായി പറഞ്ഞതാണ്. ശരിക്കും നിന്റെ അടുത്ത് ഞാൻ ഒത്തിരി ആശ്വാസത്തിലാണ് ഇടപെടുന്നത്. ഞാൻ വിചാരിച്ചതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് തോന്നാറേയില്ല. നേരത്തെ പരിചയമുള്ളത് കൊണ്ടാകും. അവൻ്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിയോടെ കിടക്കുമ്പോഴും അവളുടെ നോട്ടം അവനിൽ തന്നെയായിരുന്നു. ഷർട്ട് പോലും ഊരാതെയാണ് ആളിൻ്റെ കിടപ്പ്. നന്നായി ഒന്ന് നോക്കിയാൽ നാണം കൊണ്ട് അവൻ ചുവന്നു പോകുമെന്ന് അവൾക്ക് തോന്നി. പിറ്റേന്ന് രാവിലെ ഇരുവരും ഒരുമിച്ച് തന്നെയാണ് ജോലിസ്ഥലത്തേക്ക് പോയത്. മാസങ്ങൾ കടന്നുപോയത് കൊണ്ട് തന്നെ ദേവികയുടെ ഗർഭത്തിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ ആരും തിരക്കാറില്ല. അതൊക്കെ വെറും കെട്ടുകഥയായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായ മട്ടാണ്. അവളെ ഫിനാൻസിന് മുന്നിൽ ഇറക്കിയതിന് ശേഷം ഹരി വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ ജിതിൻ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു 11 കഴിഞ്ഞു കാണും. പരിചയമുള്ള ഒരു കാറ് വർക്ക്ഷോപ്പിൽ നിർത്തി. അത് ശ്രീമംഗലത്തെ കാറാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഹരിക്കും മനസ്സിലായി. സാധാരണ അവിടെ നിന്ന് വരുമ്പോൾ ജോലിക്കാരായിരിക്കും വരിക എന്നതുകൊണ്ട് തന്നെ അവൻ കൂസലില്ലാതെയാണ് നിന്നത്. എന്നാൽ അവനെ അമ്പരിപ്പിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയത് മാധവനായിരുന്നു. മാധവനെ കണ്ട ഹരി പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു കളഞ്ഞു. തനിക്ക് ഈ ലോകത്ത് ആരോടെങ്കിലും ശത്രുതയുണ്ട് എങ്കിൽ അത് ഈ നിൽക്കുന്ന ആളിനോട് മാത്രമാണ്. തൻ്റെ കുടുംബത്തെ ഒന്നാകെ വഞ്ചിച്ചയാൾ, അമ്മയെ ക്രൂരമായി ചതിച്ചയാൾ. അവൻ്റെ നിൽപ്പ് കണ്ടതും മാധവൻ്റെ മുഖം മങ്ങി. അപ്പോഴേക്കും ജിതിൻ അയാളുടെ അരികിലേക്ക് ചെന്നിരുന്നു. അയാളോടുള്ള എല്ലാ ബഹുമാനവും അവൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു താനും. ഞാൻ ഹരിയോടൊന്ന് സംസാരിക്കാൻ വന്നതാണ്. പ്രതീക്ഷിച്ച് നിന്നതുകൊണ്ട് തന്നെ അവനിൽ ഞെട്ടലൊന്നും ഉണ്ടായില്ല എങ്കിലും മുഖത്തെ അസ്വസ്ഥത അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഗോകുൽ വന്നപ്പോൾ അവനോട് സംസാരിച്ചത് അവനും തന്നെപ്പോലെ തെറ്റുകാരനല്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ്. മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് മക്കൾ എന്തു പിഴച്ചു? അതുപോലെ ഒരിക്കലും തനിക്ക് മാധവനോട് ക്ഷമിക്കാൻ കഴിയില്ല. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. പറഞ്ഞുകൊണ്ട് അവൻ മുറുക്കത്തോടെ അയാളിൽ നിന്ന് മുഖം തിരിച്ച് ജോലി തുടർന്നപ്പോൾ ജിതിൻ പോലും ഞെട്ടി. ഇങ്ങനൊരു ഭാവത്തിൽ ഹരിയെ കാണുന്നത് ആദ്യമായാണ്. മുഖം തിരിച്ചു നിൽക്കുന്നവനെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നയാളെയും അവൻ മാറി മാറി നോക്കി. പ്രായത്തിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും വളരെയധികം യാദൃശ്യമുള്ള മുഖവും ശരീരവും. ഇരുവരും അച്ഛനും മകനുമാണെന്ന് പെട്ടെന്ന് തന്നെ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മോനെ,
അയാളുടെ ആ വിളിക്ക് മറുപടിയായി അവൻ രൂക്ഷമായൊരു നോട്ടമാണ് തിരികെ നൽകിയത്. അതോടെ അയാളുടെ വാ അടഞ്ഞുപോയി. ഞാൻ ദേവികയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അവൻ്റെ മുഖഭാവം കണ്ടതിനാൽ തന്നെ അയാൾ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടന്നു. അപ്പോഴും പലതവണ നോട്ടം കൊതിയോടെ അവനിലേക്ക് തെന്നി വീഴുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ വണ്ണം അവൻ അയാൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. അവൾ ഫിനാൻസിൽ ജോലിക്ക് നിൽക്കുന്നത് കണ്ടു. അങ്ങനെയൊന്നും നിന്ന് ശീലമില്ലാത്ത കുട്ടിയാണ്. അവളുടെ അച്ഛൻ മരിച്ചപ്പോൾ അവൾക്ക് കുറവുകളൊന്നും ഉണ്ടാക്കാതിരിക്കാനാണ് ഞാൻ അവളെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നത്. ശ്രീമംഗലത്തെ സൗകര്യങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിലുണ്ടാകില്ല എന്നറിയാം. അവൾക്ക് അവകാശപ്പെട്ട സ്വത്ത് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അയാളുടെ വാക്കുകൾ കേട്ടതും അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പരിഹാസത്തിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. താലി കെട്ടിയവളെയും അവളിലെ തൻ്റെ മക്കളെയും ഉപേക്ഷിച്ചവൻ മരുമകളുടെ വിശേഷം തിരക്കി വന്നതോർത്തുള്ള കളിയാക്കലാണ് അത് എന്ന് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇത്തിരി നേരം കൂടി ഹരിയുടെ മുഖത്തേക്ക് നോക്കി നിന്നുവെങ്കിലും അവനിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടാകില്ല എന്ന് കണ്ടപ്പോൾ അയാൾ തിരിഞ്ഞു നടന്നു. ദേവികയുടെ കാര്യം പറഞ്ഞാണ് വന്നതെങ്കിലും ഹരിയെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു അതിനയാളെ പ്രേരിപ്പിച്ചത്. അനന്തരവളുടെ കാര്യം അന്വേഷിക്കാനാണെങ്കിൽ ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട എന്ന് പറഞ്ഞേക്ക് ജിതിനെ. വെട്ടിമുറിച്ചു മാറ്റിയതെല്ലാം അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അതൊന്നും കൂട്ടിച്ചേർക്കാൻ ആരും ശ്രമിക്കേണ്ട. ദേവികയെ കാണണമെങ്കിൽ ഫിനാൻസിൽ പോയാൽ മതി. പൊതുവെ സൗമ്യമായ ഹരി രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞതും തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ലാതെ മാധവൻ തൻ്റെ കാറിലേക്ക് കയറി. അയാൾ മുന്നിൽ നിന്ന് പോയി കഴിഞ്ഞതും ജിതിൻ ഹരിയെ സംശയത്തോടെ നോക്കി. നിനക്ക് കുറച്ചുകൂടി സോഫ്റ്റായി സംസാരിക്കാമായിരുന്നില്ലേ? പ്രായമായ മനുഷ്യനല്ലേ? ജിതിൻ്റെ വാക്കുകൾ കേട്ടതും ഹരി തല ഒന്ന് കുടഞ്ഞുകൊണ്ട് തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. തൻ്റെ അമ്മയ്ക്ക് ഒരായുസ് മുഴുവൻ കണ്ണുനീർ സമ്മാനിച്ചവനോട് ഇതിലും മാന്യമായി സംസാരിക്കുവാൻ അവൻ അറിയില്ലായിരുന്നു. അവൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയുമാകില്ലായിരുന്നു പ്രതികരണം. ഹരിയോട് സംസാരിച്ച ശേഷം മാധവൻ നേരെ തറവാട്ടിലേക്കാണ് പോയത്. ദേവികയെ കാണാനോ സംസാരിക്കാനോ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല അയാൾ. ഹരിയെ കണ്ടപ്പോൾ അയാൾക്ക് തൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത്. അതേ രൂപം. മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ശാന്തഭാവത്തിനും വ്യത്യാസമില്ല. ആകെയുള്ള വ്യത്യാസം സ്വഭാവത്തിൽ മാത്രമാണ്. അവൻ അവൻ്റെ അമ്മയുടെ സ്വഭാവമാണ് എന്ന് അയാൾക്ക് തോന്നി. കലയുടെ നാട്ടിലേക്ക് പോയപ്പോൾ തൻ്റെ വിവാഹം കഴിഞ്ഞ് വരലക്ഷ്മി ഗർഭിണിയാണ്. അന്നും അവളുടെ സ്വഭാവത്തിന് വ്യത്യാസമൊന്നുമില്ല. എങ്കിലും അവരെ വഞ്ചിക്കണമെന്നൊന്നും കരുതിയിരുന്നില്ല. ബന്ധുവീട്ടിൽ ആശ്രയത്തിൽ കഴിയുന്ന സാധുവായ പെൺകുട്ടിയോട് തോന്നിയ സഹതാപം ആദ്യം കൗതുകത്തിലേക്കും പിന്നെ താൽപ്പര്യത്തിലേക്കും നയിച്ചു. പാദങ്ങൾ കൊണ്ട് ഭൂമിയെപ്പോലും വേദനിപ്പിക്കാത്ത, വളരെ അടുത്തുനിന്ന് സംസാരിച്ചാൽ മാത്രം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൽ സംസാരിക്കുന്ന പാവം പിടിച്ച ഒരു പെണ്ണ്. അവളെ വിട്ടുകളയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കള്ളങ്ങൾ പറഞ്ഞ് ഒപ്പം കൂട്ടി. സമാധാനവും സ്വസ്ഥവുമായ ഒരു ജീവിതം കൊടുത്തതിന് ശേഷം കടുത്ത അപമാനത്തിൻ്റെയും വേദനകളുടെയും ഗർത്തത്തിലേക്ക് തള്ളിവിട്ടു. ചെയ്തുപോയ പാപത്തിൻ്റെ ശമ്പളം മുന്നിൽ വന്ന് തന്നെ വിഴുങ്ങാനായി നിൽക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. ആ ഓർമ്മയിൽ ശ്വാസം വിലങ്ങി. മനസ്സിലെ വേദന മെല്ലെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് അയാൾക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. മുഖത്തും ദേഹത്തും വിയർപ്പ് പൊടിഞ്ഞപ്പോൾ അയാൾ തൻ്റെ കൈ ഇടത് നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു. അവിടെ സൂചി കുത്തുന്നത് പോലെ ഒരു വേദന. അത് മെല്ലെ ശക്തി പ്രാപിക്കുന്നുണ്ട്. അപ്പോഴും അയാളുടെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. കുഞ്ഞ് ഹരിയെ കൈയിലേക്ക് കിട്ടിയ രംഗം മനസ്സിൽ ഓർമ്മ വന്നതും അയാളുടെ കണ്ണുകൾ കലങ്ങിച്ചു വന്നു. തന്നെ പതിച്ചു വെച്ചതുപോലെയുള്ള മകൻ. ഇന്ന് കരിപുരണ്ട വസ്ത്രങ്ങളിൽ നിന്ന് അവൻ്റെ രൂപം. വരലക്ഷ്മിയും മക്കളും സർവ്വസുഖങ്ങളും അനുഭവിച്ച് ശ്രീമംഗലത്ത് കഴിയുമ്പോൾ പട്ടിണിയും പരിവെട്ടവുമായി ഒരു കൂട്ടർ ജീവിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു എന്ന ഓർമ്മ ആ നിമിഷത്തിലും അയാളുടെ മനസ്സിനെ അലട്ടി. മക്കളെ വളർത്താനായി കല ജോലിക്ക് പോയതും ആ അവസരത്തിൽ അവരുടെ മാനത്തിന് പലരും വില പറഞ്ഞതും അയാൾ ഓർത്തെടുത്തു. എന്നിട്ടും അഭിമാനം പണയം വെക്കാതെയാണ് അവർ ജീവിച്ചത്. ഹരി പഠിത്തം മതിയാക്കി ജോലിക്ക് പോയത് അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അയാൾക്കറിയാം. ഇങ്ങനെയുള്ള അവൻ ഒരിക്കലും തന്നെ അച്ഛനായി അംഗീകരിക്കില്ല. ഇന്ന് അവനെ കാണാൻ പോയതോർത്തപ്പോൾ അയാൾക്ക് സ്വയം നിന്ദ തോന്നി. അയ്യോ മാധവേട്ടാ,
കണ്ണുകൾ ഇറുക്കിയടച്ച് നെഞ്ചിൽ കൈവച്ചിരിക്കുന്ന അയാളുടെ അരികിലേക്ക് വരലക്ഷ്മിയും മഹേശ്വരിയും ഓടി വന്നു. ഇരുവരും നന്നായി പേടിച്ചിരുന്നു. അയ്യോ, ഇത് എന്തു പറ്റിയതാ? എൻ്റെ ദൈവമേ, എൻ്റെ ഏട്ടന് ഇതെന്തു പറ്റി? മഹേശ്വരി നെഞ്ചത്തടിയായി. അല്ലെങ്കിലും എല്ലാ വികാരങ്ങളും അല്പം പൊലിപ്പിച്ച് കാണിക്കുന്ന ശീലമുണ്ട് അവർക്ക്. വരലക്ഷ്മി ഒരു നിമിഷം അന്തം വിട്ട് നിന്നതിന് ശേഷം പുറത്തേക്കോടി. പ്രജിലിന് ദേഹം അനക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ലാത്തതിനാലും ഗോകുലും രാഹുലും സ്ഥലത്തില്ലാത്തതിനാലും ജോലിക്കാരുടെ സഹായത്തോടെ മാധവനെ കാറിലേക്ക് കയറ്റി. കാറിൽ വരലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ അയാൾ അവരുടെ മുഖത്തേക്ക് സഹതാപത്തോടെ നോക്കി. താൻ അതിക്രൂരമായി വഞ്ചിച്ച മറ്റൊരുവൾ, അവൾ തന്നെയും ഓർത്ത് കഴിയുമ്പോൾ താൻ മറ്റൊരുവളെ ഭാര്യയാക്കി അവളോടൊപ്പം ജീവിക്കുകയായിരുന്നു. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് തകർന്നു പോയിട്ടും അവർ തന്നെയും കുടുംബത്തെയും വിട്ടുപോയില്ല. മക്കൾക്ക് വേണ്ടി എല്ലാം സഹിച്ച് ഇവിടെ തന്നെ കഴിഞ്ഞു. സ്വന്തം ഭർത്താവിൻ്റെ ചോരയിൽ പിറന്ന മക്കൾ കൺമുന്നിൽ ജീവിക്കുന്നത് ഏതൊരു സ്ത്രീക്കാണ് സഹിക്കാൻ കഴിയുക? അവർ അതും സഹിച്ചു. വരലക്ഷ്മിയും കലയും ഒരുപോലെ നിരപരാധികളാണ്. ഇരുവരെയും ഒരുപോലെ വഞ്ചിച്ചത് താനാണ്. ശരിക്കും താൻ ഈ ലോകത്ത് ജീവിക്കാൻ അർഹനല്ല എന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു. പതിവ് തെളിച്ചമില്ലാതെയാണ് ഹരി അന്ന് വീട്ടിലേക്കെത്തിയത്. മാധവനുമായുള്ള കൂടിക്കാഴ്ച തന്നെയായിരുന്നു അതിന് കാരണം. അവൻ്റെ മുഖത്തെ സങ്കടഭാവത്തിൻ്റെ കാരണം വന്നപ്പോൾ തന്നെ കല ചോദിച്ചുവെങ്കിലും അവനത് അവരോട് പറഞ്ഞില്ല. ഈ ഒരു കാര്യം മാത്രം അമ്മയോട് പറയാൻ കഴിയില്ല എന്ന് അവൻ ഓർത്തു. അവരെ ഓർമ്മയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടാനുള്ള കെൽപ്പുണ്ടതിന്. ഇതെന്താ ഹരിയേട്ടാ ഇങ്ങനെ ഒരു ഇരിപ്പ്? ഇത് പതിവില്ലാത്തതാണല്ലോ. ടേബിളിലേക്ക് മുഖം വെച്ച് കുനിഞ്ഞിരിക്കുന്നവനെ നോക്കി ദേവിക ചോദിച്ചതും അവൻ മുഖമുയർത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മനസ്സിൻ്റെ വേദന അതുപോലെ തന്നെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഞാൻ ഇത്തിരി നേരം തനിച്ചിരുന്നോട്ടെ, നീ ചെല്ല്. വാക്കുകളിൽ അനിഷ്ടം കലരാത്ത രീതിയിൽ അവൻ പറഞ്ഞു. ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെ കാരണം ദേവികയാണ് എങ്കിലും അതൊന്നും അവളെ വെറുക്കാൻ പോന്നതായിരുന്നില്ല. അവൾ എന്ന വ്യക്തിയെ അവൻ തൻ്റേതായി അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വാക്കുകൾ കൊണ്ടുപോലും അവളെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചത്. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ചെറുതായി സങ്കടം വന്നുവെങ്കിലും അവൻ്റെ മുഖഭാവത്തിൽ നിന്നും ആ മനസ്സിൽ എന്തോ ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവനെ ശല്യം ചെയ്യാതെ അവൾ പുറത്തേക്ക് നടന്നു. മോളെ. കലയുടെ വിളി കേട്ടതും അവളുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. ഒരു പാത്രവുമായി നിൽപ്പുണ്ടവർ. അതിൽ ചായയ്ക്കുള്ള പലഹാരമാണ്. ദാ. അവർ അത് കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ അതും വാങ്ങി എല്ലാവരുടെയും അടുത്തേക്ക് ചെന്നു. പാത്രം കണ്ടപാടെ എല്ലാവരും അതിൽ നിന്ന് ഓരോന്നായി എടുക്കുകയും ചെയ്തു. അമ്മയ്ക്ക് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നന്നായി അറിയാമല്ലേ? എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പുറത്തുനിന്ന് വാങ്ങുന്നത് പോലെ തന്നെ. ദേവിക ഒരെണ്ണം വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ താമസത്തിന് വന്ന സമയത്ത് എപ്പോഴോ അമ്മ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ നന്നായി ഉണ്ടാക്കാൻ അറിയാവുന്നത്. നന്ദുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദേവികയുടെ മുഖത്തെ ചിരി അങ്ങനെ തന്നെ നിന്നുവെങ്കിലും അപർണ മുഖം ചൊളിച്ചു. ജോലിക്ക് നിന്നിട്ടുണ്ടോ? അവൾ സംശയത്തോടെ ചോദിച്ചതും നന്ദു അതെ എന്ന് തലയാട്ടി. ഏട്ടത്തിക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും മുഴുവനായി അറിയില്ല അല്ലേ? അമ്മ വീട്ടുജോലിക്കൊക്കെ നിന്നിരുന്നു. പിന്നെ ഏട്ടൻ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് അതൊക്കെ മതിയാക്കിയത്. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ജിത്തു തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് അവൾക്ക് ഓർമ്മ വന്നത്. പല വീടുകളുടെ അടുക്കളയിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീ. അവരുടെ വീട്ടിലാണ് ഇന്ന് താൻ താമസിക്കുന്നത്. അവൾക്ക് വല്ലായ്മ തോന്നി. ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാണ്. നീ റെഡിയാക്, ഞാൻ വീട്ടിലേക്ക് ആക്കിയിട്ട് പോകാം. രാഹുലിൻ്റെ വാക്കുകൾ കേട്ടതും ഉണ്ണിമായ പുരികം ചൊളിച്ചു. ഞാനും കൂടി പോയി കഴിഞ്ഞാൽ നീ ഇവിടെ തനിച്ചല്ലേ? പ്രജിൽ ഇവിടെ ഉള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ. ചിലപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാലും മതി. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം അവൾ ആലോചിച്ചത്. കയ്യും കാലും ഒടിഞ്ഞ അവസ്ഥയിലാണ് എങ്കിലും പ്രജിൽ വീട്ടിലുള്ളപ്പോൾ തനിച്ച് നിൽക്കുന്നത് ശരിയല്ല. അവൾ വേഗം റൂമിലേക്ക് നടന്നു. തിരികെ ഇറങ്ങുമ്പോൾ വസ്ത്രം മാറിയിട്ടുണ്ട്. അവ ഇറുകി പിടിച്ചിട്ടുണ്ട് എന്നത് അവൻ ശ്രദ്ധിച്ചു. ഇതൊക്കെ ഇറുകിയല്ലോ, നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? അവൻ്റെ വാക്കുകൾക്ക് മറുപടിയൊന്നും നൽകാതെ അവൾ നടക്കാൻ ഒരുങ്ങുമ്പോൾ അവൻ ഒരു കയ്യിൽ പിടിച്ച് അവളെ തൻ്റെ നേരെ ചേർത്ത് നിർത്തി. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് കരുതി നീ എന്നെ ഇങ്ങനെ ഒഴിവാക്കി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. എന്നെ ഒരിക്കലും നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ട് ആക്കുമ്പോൾ അവിടെ തന്നെ നിന്നോ. അവൻ്റെ വാക്കുകൾ കേട്ടതും അവളുടെ കണ്ണുകൾ പിടച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ദേഷ്യത്തിന് ഇപ്പോൾ പഴയ വീര്യമൊന്നുമില്ല. എങ്കിലും ഇണങ്ങാൻ ഒരു മടിയുണ്ട്. എന്നെ വിട്ടെ. എന്നെ വേണ്ട എന്ന് ആണെങ്കിൽ വീട്ടിൽ കൊണ്ട് കളഞ്ഞേക്കേ.
ഞാൻ പുറകെ വന്ന് ശല്യമൊന്നും ചെയ്യില്ല. പറയുമ്പോൾ അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. എനിക്ക് നിന്നെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ വേണ്ടാത്തതുകൊണ്ടാണോ ഞാൻ പട്ടിയെപ്പോലെ നിന്റെ പിന്നാലെ നടക്കുന്നത്? ദാ ഇത് നോക്കിയേ. അവൻ തൻ്റെ കൈത്തണ്ട അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു. അതിൽ മുഴുവൻ കൊതുക് കടിച്ചതിൻ്റെ ഫലമായ അടയാളങ്ങളാണ്. അവൻ്റെ അവസ്ഥ കണ്ട് അവൾക്ക് സത്യത്തിൽ ചിരിയും സഹതാപവും ഒരുമിച്ച് വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്കു വേണ്ടിയും ഇങ്ങനെയൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീ എനിക്ക് അത്ര പ്രിയപ്പെട്ടവളായതുകൊണ്ട് മാത്രമാണ്. സമയം കളയാതെ വേഗം ഇറങ്ങ്. നിന്നെ വീട്ടിലിറക്കിയിട്ട് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതാണ്. അവൻ ധൃതിയിൽ പറഞ്ഞപ്പോൾ അവൾ തല കുലുക്കി.